തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ആഘോഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മലപ്പുറം തെന്നലയിൽ തോൽവിയും ആഘോഷമാക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി. തെന്നല പഞ്ചായത്ത് 6-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയായിരുന്ന മജീദാണ് നാട്ടുകാർക്കും പഞ്ചായത്തിലെ തോറ്റ LDF സ്ഥാനാർത്ഥികൾക്കുമായി ഗാനവിരുന്നൊരുക്കി ആഘോഷമാക്കിയത്. തെരഞ്ഞെടുപ്പിലെ തോൽവിയും ആഘോഷമാക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി. തെന്നല പഞ്ചായത്ത് 6-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയാണ് ഇതിപ്പോൾ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ തോറ്റിരിക്കുകയാണ്, പക്ഷേ ആഘോഷമാണ് ഇവിടെ കാണുന്നത്. എന്താ സംഭവം? തോറ്റു എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. സാങ്കേതികമായിട്ട് പറഞ്ഞാൽ കുറച്ച് വോട്ടുകൾ കുറവായി, സ്വാഭാവികമായിട്ടും എനിക്ക് മെമ്പറാകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതൊരിക്കലും എൻ്റെ ഒരു തോൽവിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ വിശ്വസിച്ച് ഒരുപാട് പേര് രാപ്പകലില്ലാതെ അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരോടൊക്കെ ഒരു നന്ദി പറയുക എന്നുള്ളതാണ് ഈ പാർട്ടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ജയം മാത്രമല്ലല്ലോ, തോൽവിയുടെ ഭാഗത്തും ആളുകൾ ആഘോഷിക്കണം. ഞങ്ങൾ ആ ആഘോഷമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നിരാശരല്ല, ഒരിക്കലും നിരാശരല്ല. നമ്മളെന്തിനാണ് നിരാശപ്പെടുന്നത്? കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ പരമ്പരാഗത വോട്ടുകൾ, അതുപോലെ ഒരുപാട് ഫാക്ടറുകളുണ്ടല്ലോ ഒരാൾ തോൽക്കാനുള്ളത് എന്ന് വെച്ചിട്ട് അത് ഞങ്ങളുടെ നമ്പറിൽ മാത്രമേ ഞങ്ങൾ തോറ്റിട്ടുള്ളൂ. ഞങ്ങളുടെ ഈ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇച്ഛാശക്തിയോ ഒന്നും കുറഞ്ഞിട്ടില്ല. ഒരു തോൽവിക്ക് പുറകെ വീണ്ടും ഒരു ജയം ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനെ ആവർത്തിക്കുകയും ചെയ്യും. എന്തൊക്കെയാണ് ഇപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ നടത്തുന്നത്? ഞങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ഇവിടെ നടത്തിയത് എല്ലാവരെയും ഒന്ന് വിളിക്കുക. ഇവിടെയുള്ള ജനങ്ങൾ, എനിക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല, എനിക്ക് വോട്ട് ചെയ്യൂല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ ആളുകളുമുണ്ട്. അവരെയും ഒന്ന് ക്ഷണിച്ചിട്ട് എല്ലാവരുടെയും ഒരു സംഗീത സാന്ദ്രമായിട്ടുള്ളൊരു സായാഹ്നം അവർക്ക് വളരെ സന്തോഷകരമായിട്ട് ഒന്ന് കൂടി ഞങ്ങളെല്ലാവരുടെയും സ്വറ പറഞ്ഞിരുന്ന് നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ കൂടെ തന്നെ നമ്മളുണ്ടാവും. തീർച്ചയായിട്ടും നാട്ടുകാരപ്പം എപ്പോഴും എല്ലാ കാര്യത്തിനും ഉണ്ടാവും. നമുക്ക് തോറ്റു എന്നുള്ളത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അത് കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും അതുപോലെ തന്നെ ആ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് എങ്ങനെയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ പിറകിലെടുക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആ തോൽവിയുടെ കാരണങ്ങൾ എന്താണെന്ന് പിറകിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഈ തോൽവി എനിക്ക് സമ്മാനിച്ച് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തെരഞ്ഞെടുപ്പിലെ തോൽവിയും ഒരു അവസരമാക്കി മാറ്റുകയാണ് ഇദ്ദേഹവും നാട്ടുകാരും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ക്യാമറാമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.